പറ്റുന്നില്ലല്ലോ എന്ന്. പക്ഷെ കർത്താവിനെ അനുസരിച്ചു. ആ അനുസരണയിൽ കർത്താവ് പറഞ്ഞ ഓരോ കാര്യങ്ങളും അനുസരിച്ച് നിൽക്കാൻ തുടങ്ങിയപ്പോൾ കൂടുതൽ അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിൽ, അത് അത്ഭുതങ്ങളെന്നല്ല, ദൈവത്തിൻ്റെ ഒരു നടത്തിപ്പായിട്ട് എൻ്റെ ജീവിതത്തിൽ വന്നു. ഒരു ഘട്ടത്തിൽ എൻ്റെ അടുത്ത് കർത്താവ് പറഞ്ഞു, മോളെ അവൻ്റെ പ്രഷറും ഷുഗറും ഞാനിങ്ങ് എടുക്കുക കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോഴും എനിക്ക് വിശ്വാസം വരുന്നില്ല. ഞാൻ ആരോടും പറഞ്ഞില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഹോസ്പിറ്റലിൽ പോയി. ബ്ലഡൊക്കെ കൊടുത്തിട്ട് ചെക്കപ്പിന് എല്ലാം ടെസ്റ്റ് ചെയ്യാനായിട്ട് കൊടുത്തു. ഞാൻ കോളേജിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ എൻ്റെ അടുത്ത് പറയാം, ഞാൻ ബ്ലഡൊക്കെ കൊടുത്തു കേട്ടോ സ്ഥിരമായിട്ട് ടെസ്റ്റ് ചെയ്യാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് കൊടുത്താൽ മതിയായിരുന്നു എന്ന് പറഞ്ഞു. സാരമില്ല, നീ ഇപ്പോൾ ഇരുന്ന് പ്രാർത്ഥിച്ചോ, ദൈവം ശരിയാക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കവേ ഒരു 5 മണി 6 മണി സമയമായപ്പോൾ എൻ്റെ അച്ഛൻ ഫോൺ ചെയ്യുക, ഹോസ്പിറ്റലിൽ ഇരുന്നുകൊണ്ട് ഫോൺ ചെയ്യുക. ഞാൻ ചോദിച്ചു, എന്തായി, റിസൾട്ട് കിട്ടിയോ? അപ്പോൾ എൻ്റെ അച്ഛൻ കരഞ്ഞുകൊണ്ട് ഫോണിൽ കൂടെ പറയുകയാണ്, മോളെ നീ ഏത് വിശ്വാസത്തിൽ നിൽക്കുന്നോ ആ വിശ്വാസത്തിൽ തന്നെ നിന്നാൽ മതി. നിൻ്റെ വിശ്വാസം ശരിയാണെന്ന് എനിക്ക് മനസ്സിലായി. ഉച്ചയ്ക്ക് എൻ്റെ കയ്യിൽ റിസൾട്ട് കിട്ടിയതാ മോളെ. അവൻ്റെ എല്ലാ ഫങ്ഷനും നോർമലായിരിക്കുന്നു. പ്രഷറില്ല, പ്രഷർ ചെക്ക് ചെയ്തപ്പം ഷുഗറില്ല, ഒന്നുമില്ല, അവൻ നോർമലായിരിക്കുന്നു. എന്നിട്ട് എൻ്റെ അച്ഛന് വലിയ വിശ്വാസത്തോടെ എൻ്റെ അടുത്ത് പറയുകയാണ്, മോളെ നീ നിൽക്കുന്ന വിശ്വാസം വിട്ടിട്ട് നീ എങ്ങും പോകണ്ട, എനിക്ക് മനസ്സിലായി നിൻ്റെ വിശ്വാസം ശരിയാണെന്ന് പറഞ്ഞു. ഞാൻ ഒരുപാട് കർത്താവിന് നന്ദി പറഞ്ഞു. രോഗങ്ങളെല്ലാം മാറി, എങ്കിലും മദ്യപാനം, മരുന്നുകളോടുള്ള ആസക്തി അത് വീണ്ടും അദ്ദേഹത്തിൽ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ദിവസം കർത്താവിൻ്റെ അടുത്ത് ചോദിച്ചു, കർത്താവേ എന്തുകൊണ്ടാണ് കർത്താവ് ഇതൊന്നും പെട്ടെന്ന് ശരിയാവാത്ത, എല്ലാം ഒന്ന് ശരിയാക്കി അദ്ദേഹത്തിന്. അപ്പോൾ കർത്താവ് എൻ്റെ അടുത്ത് പറയുകയാണ്, മോളെ എനിക്ക് അവനെ വേണം. എനിക്ക് ഒറ്റയടിക്ക് രോഗം സുഖപ്പെടുത്താൻ കഴിവില്ലാഞ്ഞിട്ടല്ല, പക്ഷെ അവനത് താങ്ങാൻ പറ്റത്തില്ല. ഘട്ടം ഘട്ടമായിട്ട് ഞാൻ അവനെ വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ രോഗങ്ങളെല്ലാം മാറി. ഈ രോഗങ്ങൾ മാറുന്നതിന് മുമ്പ് ഒരത്ഭുതവും കർത്താവ് ചെയ്തിരുന്നു. അത് ഞാൻ ഗുളിക എടുത്ത് കൊടുക്കാനായിട്ട് ഇങ്ങനെ വരിക, അദ്ദേഹം വെള്ളം എടുത്ത് ഗുളിക തിന്നാനിരിക്കുക. പെട്ടെന്ന് ഞാൻ കർത്താവിന് മുമ്പ് ചോദിച്ചു, കർത്താവേ ഇപ്പോഴും ഈ മരുന്ന് കൊടുക്കേണ്ടി വരുന്നല്ലോ എന്നിങ്ങനെ പറഞ്ഞു. ഉടനെ കർത്താവ് പറഞ്ഞു, എന്തിനാ മോളെ നീ അവനെ ഈ ഗുളിക എല്ലാം കൂടെ തീറ്റിക്കുന്നത്? ഇങ്ങനൊരു വ്യക്തി സംസാരിക്കുന്ന പോലെ. ഞാൻ അപ്പം തന്നെ ഈ ഗുളിക കയ്യിൽ നിന്ന് അങ്ങ് വലിച്ചെറിഞ്ഞു. ഓടിച്ചെന്ന് ഭർത്താവിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഇനി മരുന്ന് തരുന്നില്ല കേട്ടോ. അപ്പം അദ്ദേഹത്തിന് ഭയങ്കര പേടിയായിപ്പോയി. അയ്യോ പെട്ടെന്ന് ഇങ്ങനെ ഗുളിക നിർത്തിയാൽ എനിക്ക് വീണ്ടും രോഗം വന്നാലോ. ഞാൻ പറഞ്ഞില്ല, എൻ്റെ കർത്താവ് പറഞ്ഞ് അത് സംഭവിച്ചിരിക്കും. ഞാൻ എൻ്റെ അച്ഛനെയും വിളിച്ച് പറഞ്ഞു, ഞാൻ ഇനി ഗുളിക കൊടുക്കുന്നില്ല. അപ്പോൾ അച്ഛനും പറഞ്ഞു, ഡോക്ടറോടൊന്ന് ചോദിച്ചിട്ട് മതിയായിരുന്നു. ഞാൻ പറഞ്ഞില്ല, എൻ്റെ കർത്താവ് പറഞ്ഞെങ്കിൽ ആ രോഗം മാറിയിരിക്കും. പ്രിയപ്പെട്ടവരെ, ആ ഗുളിക നിർത്തി അതിൻ്റെ പിറ്റേ ദിവസം തുടങ്ങിയാണ് അദ്ദേഹത്തിന് അസുഖം കുറഞ്ഞു തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് അസുഖം പൂർണ്ണമായി മാറിയെന്നുള്ള കാര്യം ആ ചെക്കപ്പിലൂടെ കർത്താവ് തെളിയിച്ചും തന്നു. അപ്പോഴും അദ്ദേഹം കർത്താവിനെ പൂർണ്ണമായിട്ട് അറിഞ്ഞിട്ടില്ല, രക്ഷിക്കപ്പെട്ടിട്ടില്ല, കർത്താവിനെ നാഥനായിട്ട് സ്വീകരിച്ചിട്ടില്ല. അപ്പം ഞാൻ വീണ്ടും കർത്താവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുകയാണ്, കർത്താവ് എന്തുകൊണ്ട് ഈ താമസം? കർത്താവ് പറഞ്ഞൊരു സമയമുണ്ട്, ആ സമയത്ത് ഞാൻ അവനെ വിടുവിച്ച് നിൻ്റെ കയ്യിൽ തരും എന്ന് പറഞ്ഞ് കർത്താവ് എനിക്ക് ഉറപ്പ് തന്നു. ഒരു രാത്രി അദ്ദേഹത്തിന് വീണ്ടും ഒരു മാനസിക വിഭ്രാന്തി പോലെ അങ്ങ് ഇളകി തുടങ്ങി. രണ്ടാമതും അപ്പോൾ മരുന്നുകളെല്ലാം നിർത്തി, അതെല്ലാവർക്കും അറിയുകയും ചെയ്യാം. ഞാൻ എൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ നിലവിളിച്ച്, കർത്താവെ നിന്നെ അറിയുന്നവർ ലോകത്തിൻ്റെ മുമ്പിൽ ലജ്ജിച്ചു പോകാൻ ഇടവരികയില്ല എന്ന് വചനം പറയുന്നു. ഒരിക്കലും കർത്താവെ നീ ഞങ്ങളെ ലജ്ജിക്കാൻ ലോകത്തിൻ്റെ മുമ്പിൽ വിട്ടുകൊടുക്കരുത്. നിന്നെ പ്രതിയാണ് ഞങ്ങൾ ലോകത്തിൽ നിൽക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഈ രോഗം തിരിച്ചു വരരുത്. ഇങ്ങനെ തന്നെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. രാത്രിയായി, ഞങ്ങൾ രണ്ടുപേരെയും ഉറങ്ങാൻ കിടന്നു. അദ്ദേഹത്തിന് ഉറക്കമില്ലാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുക. ഞാനങ്ങ് ഉറങ്ങിപ്പോയി. ഉറക്കത്തിൽ നിന്ന് ഞാൻ ഉണരുമ്പം ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. അദ്ദേഹം കട്ടിലില്ല. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ മുൻപിലത്തെ മുറിയിൽ ഒരു ടേപ്പ് റെക്കോർഡിൽ ഒരു ആത്മീയ ടോക്കിൻ്റെ കാസറ്റ് കേട്ടുകൊണ്ടിരിക്കുക. കാസറ്റ് ഒരു വശത്ത് കേൾക്കുന്നുണ്ട്, പക്ഷേ അദ്ദേഹം അത് ഭയങ്കര അസ്വസ്ഥനായിട്ട് ഇത് കേൾക്കാൻ പറ്റാതെ ഇങ്ങനെ വളരെ അസ്വസ്ഥപ്പെട്ടിരിക്കുക. അപ്പം ഞാൻ ചോദിച്ചു, അത് കേൾക്കുന്നില്ലെങ്കിൽ ഓഫ് ചെയ്തിട്ട് വന്ന് കിടന്നുകൂടെ എന്ന് ചോദിച്ചു. ക്രുദ്ധമായിട്ട് എന്നെ ഒന്ന് നോക്കി. പിന്നെ ഞാൻ ഒന്നും മിണ്ടിയില്ല. ഞാൻ ഇങ്ങനെ തിരിച്ചു വന്ന് ഞാൻ എൻ്റെ മുറിയിൽ കിടക്കാൻ കട്ടിലോട്ട് അങ്ങോട്ട് കിടക്കുമ്പോൾ ഞങ്ങളുടെ മുറിയിലൊരു വല്ലാത്ത ശബ്ദം കേൾക്കാൻ തുടങ്ങി. ഈ ശബ്ദം ഞാനിങ്ങനെ ശ്രദ്ധിക്കും തോറും അത് കൂട്ടിലടച്ച ഒരു സിംഹത്തിൻ്റെ മുരളിച്ചയാണ്. നമ്മൾ സൂയിലൊക്കെ ചെല്ലുമ്പം വിശന്ന സിംഹങ്ങൾ ഒരു വല്ലാത്ത ശബ്ദം ഉണ്ടാക്കുമല്ലോ, അതേപോലെ ഒരു ശബ്ദം എൻ്റെ മുറിക്കകത്ത് മുഴങ്ങാൻ തുടങ്ങി. ഞാനിങ്ങനെ ചെവി ഓർത്തു, ഈ കാസറ്റിൽ നിന്ന് കേൾക്കുന്ന ശബ്ദമായിരിക്കും ഇതെന്ന് വിചാരിച്ചു. വീണ്ടും ചെവി ഓർത്തപ്പോൾ അല്ല, കാസറ്റിലൊരു പ്രസംഗം കേൾക്കുന്നുണ്ട്, ഞങ്ങളുടെ മുറിയിൽ ഈ സിംഹത്തിൻ്റെ ശബ്ദവും ഉണ്ട്. പെട്ടെന്നൊരു വചനം എൻ്റെ മനസ്സിലേക്ക് ഓടി വരികയാണ്. അവൻ അലർന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങേണ്ടു എന്നറിയാതെ വായും പിളർന്ന് നടക്കുകയാണ്. അയ്യോ ഇത് പിശാചാന്ന് പറഞ്ഞ് ഞാൻ ചാടി എൻ്റെ കട്ടിലിൽ നിന്ന് അങ്ങോട്ട് എഴുന്നേറ്റപ്പോൾ കർത്താവിൻ്റെ സ്വരം വ്യക്തമായിട്ട് കേൾക്കും, നീ കിടക്കവിടെ എന്ന് പറഞ്ഞു.
ഞാൻ ഈ എഴുന്നേറ്റ് അതേ സ്പീഡിൽ കിടന്നു, കർത്താവിനെ അനുസരിച്ചു. പക്ഷേ എൻ്റെ ദേഹം ആലില പോലെ വിറയ്ക്കുക. അയ്യോ കർത്താവേ, ഇത് പിശാചാ എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് പറഞ്ഞു, നീ എൻ്റെ നാമത്തിൽ അവനെ ശാസിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് ആ പ്രാർത്ഥനയൊന്നും അറിയത്തില്ല, ഞാനിതൊരു പിശാചിനെ ഒന്നും ഓടിച്ചിട്ടില്ല, എനിക്ക് ഭയങ്കര പേടിയാണ് പിശാചിനെ എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് പറഞ്ഞു, മോളെ, നീ ധൈര്യമായിട്ട് നിൻ്റെ കട്ടിലിരുന്നുകൊണ്ട് ഞാൻ പറയുന്ന പ്രാർത്ഥന ഏറ്റുപറ എൻ്റെ നാമത്തിലെന്ന് പറഞ്ഞു. കർത്താവ് ഓരോ വാക്കുകൾ എന്നെ അടുത്ത് പറയുകയാണ്. ആദ്യം വിറച്ച് പിന്നെ വലിയ ശക്തിയോടുകൂടി ഞാൻ ഈ പ്രാർത്ഥന പറയാൻ തുടങ്ങിയപ്പോൾ ഈ ശബ്ദം എൻ്റെ മുറിയിൽ നിന്ന് വിട്ട് ഇങ്ങനെ പോകുന്ന ഒരു അനുഭവം ഉണ്ടായി. അപ്പോഴും എനിക്ക് പിടി കിട്ടിയില്ല ഇതെന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. പക്ഷെ അതിൻ്റെ തെളിവ് എനിക്ക് കിട്ടിയത് പിറ്റേ ദിവസം ഈ വലിയ അസ്വസ്ഥത കാണിച്ചുകൊണ്ടിരുന്ന അദ്ദേഹം പെട്ടിയെല്ലാം പാക്ക് ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറയുക, ഞാൻ ഒരു ധ്യാനത്തിന് പോവുകയാണ്. അപ്പോൾ ഡിവൈനിലേക്കൊന്നും അല്ല, വേറൊരു സ്ഥലത്തേക്ക് ഒരു സ്നേഹത്തിൻ്റെ അനുഭവം കിട്ടുന്ന ധ്യാനം, ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ പറ്റുന്ന ഒരു ധ്യാനം. ആ ധ്യാനത്തിലേക്ക് പോവുകയാണെന്നും പറഞ്ഞ് പെട്ടി അടച്ചു വെച്ച് ദേഹം ഒറ്റ പോക്കങ്ങ് പോയി. ഒരാഴ്ച ദൈവസന്നിധിയിൽ ഇരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവെ, നിനക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാക്കി ആ മകനെ തിരിച്ചു കൊണ്ടുവരണം കർത്താവെ. അപ്പോൾ കർത്താവിൻ്റെ അടുത്ത് പറഞ്ഞു, മോളെ, നീ പൂർണ്ണമായി അവനെ എനിക്ക് സമർപ്പിക്കുക. എനിക്കത് അറിയത്തില്ലായിരുന്നു. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവെ എന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല. അപ്പോൾ കർത്താവ് പറഞ്ഞു, മോളെ, മുഴുവനായി നീ അവനെ എനിക്ക് വിട്ടു തരിക. എൻ്റെ വേലയ്ക്കായി നീ അവനെ വിട്ടു തന്ന് സമർപ്പിക്കുമ്പോൾ നിനക്ക് വേണ്ടി ഞാൻ അവനെ ഒരുക്കി തിരിച്ചു തരുമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ പൂർണ്ണ ഹൃദയത്തോടുകൂടി പ്രാർത്ഥിച്ച്, കർത്താവെ, മുഴുവനായി ഞാൻ അവനെ നിനക്ക് വിട്ടു തരികയാണ് കർത്താവെ, നീ എടുക്കണം, നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം നീ എനിക്ക് തിരിച്ചു തന്നാൽ മതി കർത്താവെ എന്ന് പറഞ്ഞു. ആ ധ്യാനം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വരുമ്പം 14 വർഷത്തിന് മുമ്പ് എങ്ങനെയായിരുന്നു അതേപോലെയാണ് കർത്താവ് തിരിച്ചു കൊണ്ടുവന്നത്. അതൊരു 5 വർഷത്തിന് മുമ്പ്. ഞാൻ കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞ് ഏകദേശം ഒരു 1.5 വർഷക്കാലത്തിന് ശേഷമാണ് അദ്ദേഹം കർത്താവിനെ അറിഞ്ഞത്. കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ തീക്ഷ്ണത മനസ്സിലായപ്പോൾ ആ മകൻ ഇന്ന് കർത്താവിൻ്റെ മുമ്പിൽ സ്വന്തം ജീവിതം പൂർണ്ണമായി കർത്താവിന് വിട്ടുകൊടുത്തുകൊണ്ട് ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തന്നു. അന്ന് മുതൽ ശരിക്കും പറഞ്ഞാൽ അത്ഭുതകരമായി ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അവസ്ഥ മാറാൻ തുടങ്ങി. അതുവരെ നഷ്ടപ്പെട്ടു പോയിരുന്ന കുടുംബനാഥൻ്റെ സ്ഥാനം, മദ്യപാനവും മയക്കുമരുന്നും കൊണ്ട് പിശാച് ബന്ധിച്ച് താഴെയാക്കി കിടത്തിയിരുന്ന അദ്ദേഹത്തിൻ്റെ സ്ഥാനം ഈ കഴിഞ്ഞ 5 വർഷങ്ങളിലൂടെ കർത്താവ് പുനഃസ്ഥാപിക്കുകയാണ്. എന്നെ തിരിച്ചൊരു ഭാര്യയുടെ സ്ഥാനത്തേക്ക്, ഒരു ഭാര്യയുടെ സ്ഥാനത്ത് നിന്ന് ഞാൻ പലപ്പോഴും ഭർത്താവിൻ്റെ അല്ലെങ്കിൽ ഒരു അച്ഛൻ്റെ റോളും കൂടെ കളിക്കേണ്ടി വന്നിരുന്നു. അതൊരിക്കലും കർത്താവിൻ്റെ നിയമത്തിന് വിരുദ്ധമാവാനല്ല, പക്ഷെ എന്നാലും കർത്താവ് സ്ഥാപിച്ച ഒരു കുടുംബത്തിലെ തിരിച്ച് ഒരു ഭർത്താവ്, ഭാര്യ, അച്ഛൻ, അമ്മ, മക്കൾ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. ആ സമയമായി എൻ്റെ ഭർത്താവും പൂർണ്ണമായി വിടുതലായി കഴിഞ്ഞപ്പോൾ 78 വയസ്സുള്ള എൻ്റെ അപ്പച്ചി പൂജാമുറിയിൽ നിറയെ ദൈവങ്ങളുടെ രൂപങ്ങൾ വെച്ച് അമ്പലങ്ങളിൽ ഈ മക്കൾക്ക് വേണ്ടി എല്ലാം 108 ഷഷ്ടി വ്രതങ്ങൾ വീതം നോറ്റ് എപ്പോഴും ഉപവാസവും പ്രാർത്ഥനയുമായിട്ട് കഴിഞ്ഞുകൊണ്ടിരുന്ന എൻ്റെ ആ അമ്മായിയമ്മ, എൻ്റെ അമ്മ, ആ പൂജാമുറിയിലെ എല്ലാം വിഗ്രഹങ്ങളും പടങ്ങളും എടുത്തു കളഞ്ഞിട്ട് ഇതിനെയെല്ലാം ഞാൻ വിളിച്ചത് എൻ്റെ മക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. അന്നൊന്നും എൻ്റെ മക്കളുടെ ജീവിതത്തിൽ നല്ലതുണ്ടായിട്ടില്ല. പക്ഷെ എന്നവർ 3 പേരും യേശുവിനെ അറിഞ്ഞോ അന്ന് മുതൽ അവർ സമാധാനം കണ്ടെത്തി. അങ്ങനെയാണെങ്കിൽ എനിക്കും ഇനി ആ യേശുവിനെ മതി എന്ന് പറഞ്ഞ് ആ 78 വയസ്സായ അമ്മയും കർത്താവിലേക്ക് വന്നു.